എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലൂടെ നമ്മൾ കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് എക്സാം മാത്തമാറ്റിക്സിൻ്റെ PYQs ഡിസ്കസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വരുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനു മുമ്പ് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസ് മുതലാണ് നമ്മൾ അങ്ങോട്ട് ബാക്കിലോട്ടാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും വളരെ ചെറിയ ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ക്ലാസ്സിലും ഒരു 10-12 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കിക്കോളൂ. The range of the function f of x equal to mod x minus 5 by x minus 5. x belongs to R and x not equal to 5. ഇതിൻ്റെ റേഞ്ച് എന്താണെന്നാണ് ചോദ്യം. mod x minus 5 by x minus 5. സിമ്പിൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. mod x minus 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x minus 5 by x minus 5 എന്ന് എഴുതാം നമുക്ക് if x minus 5 is greater than or equal to 0 അല്ലേ. അതുപോലെ തന്നെ mod x minus 5 പകരം നമുക്ക് minus of x minus 5 by x minus 5 എന്ന് എഴുതാം if x minus 5 is less than 0. കാരണം നമ്മൾ mod x എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. mod x എന്താണ്? ഇറ്റ് ഇസ് x if x is greater than or equal to 0. അതുപോലെ തന്നെ minus x if x less than 0. അതേ സംഭവം തന്നെയാണ്. mod x minus 5 പകരം നമ്മൾ x minus 5 എഴുതും if x minus 5 is greater than 0. mod x minus 5 പകരം നമ്മൾ minus x minus 5 എഴുതും if x minus 5 is less than 0. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ആൻഡ് നൗ ദിസ് ഇസ് ഈക്വൽ ടു, ഇതെന്താണ് നോക്കൂ, x minus 5 by x minus 5 1 ആണ്. if x is greater than or equal to 5 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ആൻഡ് minus 1 if x is less than 5. അപ്പോൾ ആകെ രണ്ട് വാല്യൂ ആണ് ഈ ഒരു ഫംഗ്ഷന്റെ റേഞ്ചിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്താ നോക്കൂ, റേഞ്ചസ് 1 and -1. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഇത്രയൊന്നും ചെയ്ത് നോക്കാണ്ട് തന്നെ നേരിട്ട് നോക്കിയിട്ട് ആ മോഡ് ഒഴിവാക്കുമ്പോൾ പ്ലസും മൈനസും വരുന്നതിനനുസരിച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ സ്ട്രെയിറ്റ് ലൈൻ മേക്സ് ഈക്വൽ ഇന്റർസെപ്റ്റ്സ് L on the axis and passes through the point 3, 2, then the value of L is, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിനും വൈ ആക്സിനും കട്ട് ചെയ്യുന്ന ആ ലെങ്ത്, അതിനെയാണ് നമ്മൾ ഇന്റർസെപ്റ്റ് എന്ന് പറയാം. AB എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നത് A, അല്ലെങ്കിൽ ആ പോയിന്റ് A0. ഈ ലെങ്ത് എക്സ് ഇന്റർസെപ്റ്റ് A, ഈ പോയിന്റ് 0B, വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്, ഈ ലെങ്ത് B. അപ്പോൾ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ഇവിടെ ഈക്വൽ ആണ്. ഈക്വൽ ഇന്റർസെപ്റ്റ്സ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ഈക്വൽ ആണെങ്കിൽ ഈ ബിയും എന്ത് തന്നെയായിരിക്കും, എ തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് ഇന്റർസെപ്റ്റ് ഫോമിൽ നമ്മൾ ലൈനിനെ എങ്ങനെ എഴുതാം? ലൈൻ ഇൻ ഇന്റർസെപ്റ്റ് ഫോം. ഇന്റർസെപ്റ്റ് ഫോമിൽ നമ്മൾ ലൈൻ എഴുതാറുള്ളത് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാണ് അല്ലെ. ഇവിടെ ഇപ്പോൾ സെയിം ഇന്റർസെപ്റ്റ് ആയതുകൊണ്ട് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ എ ഈക്വൽ ടു 1 എന്നായിരിക്കും നമുക്ക് എഴുതാൻ പറ്റുക. കോമൺ ഫാക്ടർ ആണ് എ, അത് നമുക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. കോമൺ ആയിട്ട് എടുത്തിട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എ എന്ന് എഴുതാം അല്ലെ. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എൽ ആണ് ഇന്റർസെപ്റ്റ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ എ മാറ്റിയിട്ട് അവിടെ നമുക്ക് എൽ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എൽ. ശരിയല്ലേ? ഇനി ഇതാണ് നമ്മുടെ ലൈൻ. ഈ ലൈൻ ഏതിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്? 3, 2 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എക്സിനും വൈക്കും പകരം 3 ഉം 2 ഉം കൊടുത്തോളൂ. 3 + 2 is equal to L. Therefore L is 5. എല്ലിന്റെ വാല്യൂ എന്താണ് വരുന്നത്? 5 ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യാം, ഈക്വൽ ഇന്റർസെപ്റ്റ് ലൈൻ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ആ ഈക്വൽ ഇന്റർസെപ്റ്റ് എന്നുള്ളത് പഠിച്ചു വെക്കാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എ എന്ന് പഠിച്ചു വെക്കുക. അതിനകത്ത് എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഒരു 2 സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The straight line x minus 1 by 2 equal to y minus 3 by 3 equal to z minus 4 by minus 1 lies in the plane x minus 2y minus 4z plus 7 equal to 0, x minus x plus 2y plus 4z plus 7 equal to 0, x minus 2y minus 4z plus 21 equal to 0, minus x plus 2y plus 4z plus 21 equal to 0. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒരു സ്ട്രേറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ആ ലൈൻ ഈ കാണുന്ന ഏത് പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത്, ഏത് പ്ലെയിനിന്റെ മുകളിലാണ് ഈ ലൈൻ ഉള്ളത് എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ജനറൽ പോയിന്റ് എടുത്തിട്ട് അത് ഈ പ്ലെയിനുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് സിംപ്ലിഫൈ ചെയ്ത് ഈക്വൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ സിംപ്ലിഫൈ ചെയ്ത് അതിനകത്ത് ലാംഡ കണ്ടുപിടിച്ച് തിരിച്ച് ആ ലാംഡയുടെ വാല്യൂ നോക്കി നമുക്ക് ഏത് പ്ലെയിനിലാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ബുദ്ധിമുട്ടാണ് അല്ലേ.
ആ ഒരു ജനറൽ പോയിന്റ് കണ്ടുപിടിച്ച് അത് പ്ലെയിനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സാറ്റിസ്ഫൈ ഒരുപാട് സമയം എടുക്കും. പക്ഷെ ഇതല്ലാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ലൈനിന്റെ മുകളിലെ ജനറൽ പോയിന്റ് വിട്ടിട്ട് ഇതിന്റെ മുകളിൽ ഒരു പോയിന്റ് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. 1, 3 and 4 അല്ലെ. അപ്പോൾ 1, 3, 4 എന്ന് പറയുന്നത് ഈ ലൈനിന്റെ മുകളിലെ ഒരു പോയിന്റ് ആണ്. ആ പോയിന്റ് ഈ പ്ലെയിനിന്റെ മുകളിലെ പോയിന്റ് ആയിരിക്കണം. ബിക്കോസ് ദാറ്റ് ലൈൻ ലൈസ് ഇൻ ദ പ്ലെയിൻ. ആ പ്ലെയിനിന്റെ മുകളിലാണ് ആ ലൈൻ ഇങ്ങനെ ഉള്ളത്. ഇതാണ് ഇപ്പോൾ പ്ലെയിൻ എങ്കിൽ ഈ പ്ലെയിനിലാണ് നമ്മൾ ആ ലൈൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ ലൈനിന്റെ മുകളിലെ ഒരു പോയിന്റ് ആയിട്ടുള്ള 1, 3, 4 ഈ പ്ലെയിനിലെ പോയിന്റ് ആയിരിക്കണം. സാറ്റിസ്ഫൈ ചെയ്യണം വേണ്ടേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻസ് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഏതാണ് ഈ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? 1 - 6 - 16 + 7 നോട്ട് ഈക്വൽ ടു 0. സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓപ്ഷൻ എയിൽ എക്സിന് പകരം 1ഉം വൈക്ക് പകരം 3ഉം സെഡിന് പകരം 4ഉം കൊടുത്താൽ. ഓപ്ഷൻ ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. -1 + 6 + 16 + 7 is not equal to 0. Again സാറ്റിസ്ഫൈ ചെയ്യില്ല. ബിയിൽ സിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. 1 - 6 - 16 + 21 എന്താ വരിക നോക്കൂ. 21 + 1 22 അല്ലേ. 22 - 22 ഇത് 0 ആണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഓപ്ഷൻ സി സാറ്റിസ്ഫൈ ചെയ്യും. ഡിയും കൂടെ വേണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. -1 + 6 + 16 + 21 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു പോയിന്റ് 1, 3, 4 എന്ന് പറഞ്ഞ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്ലെയിൻ ഏതാണ്? സി ആണ്. അപ്പോൾ സി തന്നെയാണ് നമ്മുടെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇത് വളരെ കോമൺ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് തന്നെ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. പ്രോപ്പർട്ടി ഓഫ് ഇന്റഗ്രേഷൻ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഡെഫിനറ്റ് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾ റിസൾട്ട് പഠിച്ചോളൂ. ഇന്റഗ്രൽ 0 to π/2 ഇത് ശ്രദ്ധിക്കണം. π/2 ആയിരിക്കണം അപ്പർ ലിമിറ്റ്. sin raised to nx divided by cos raised to nx plus sin raised to nx അല്ലെങ്കിൽ sin raised to nx plus cos raised to nx ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിന്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് π/4. ഇതിന്റെ വാല്യൂ എപ്പോഴും π/4 ആയിരിക്കും. ഇത് പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മുമ്പ് HSIയുടെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പഴയ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഏത് പവർ വന്നാലും, ഇതിപ്പോൾ റൂട്ട് വന്നാലും n എന്ന് പറഞ്ഞാൽ ഏത് പവർ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം അല്ലെ. റൂട്ടാണ് വരുന്നെങ്കിൽ അതും ഫോളോ ചെയ്യാം. റൂട്ട് sin x ബൈ റൂട്ട് cos x പ്ലസ് റൂട്ട് sin x ആണെങ്കിലും ആൻസർ വരുന്നത് എന്താണ്? π/4 തന്നെയാണ്. ഓക്കെ. അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ π/4 ആണ്. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ HSI എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു അല്ലെ. സെറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റൻ ആണ്. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റൻ നോക്കാം. ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y = tan x, y = cot x, 0 less than or equal to x less than or equal to π/2 and the x axis. എന്താണ് ഏരിയ എന്നാണ് ചോദ്യം. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഇന്റഗ്രേഷൻ ആണ് ചെയ്യേണ്ടത് നമുക്കറിയാം. പക്ഷെ ആ ഫിഗർ നമുക്ക് അറിയാമെങ്കിൽ എളുപ്പമാണ് കാര്യങ്ങൾ. ഇതാണ് 0 എന്ന് പറഞ്ഞ പോയിന്റ് അല്ലെ. ആൻഡ് ഇതാണ് π/2 എന്ന് പറഞ്ഞ പോയിന്റ് വിചാരിക്കാം. ഓക്കെ. ദെൻ tan എക്സിന്റെ ഗ്രാഫ് എങ്ങനെയാണ് പോവുക? tan x ഇതാ ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെയാണ് മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ π/4 ടച്ച് ചെയ്യില്ല. π/4 ഇൻഫിനിറ്റി ആണ് വരുന്നത്. അപ്പോൾ ടച്ച് ചെയ്യില്ല, അങ്ങനെ പോകും. ഇനി കോട്ടെക്സിന്റെ ഗ്രാഫോ? കോട്ടെക്സിന്റെ ഗ്രാഫ് 0ലാണ് ടച്ച് ചെയ്യാതിരിക്കുക. ഇങ്ങനെയായിരിക്കും പോവുക. 0ൽ ടച്ച് ചെയ്യാതെ ഇങ്ങനെ പോകും അല്ലെ. സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏരിയ അപ്പോൾ ഏതാണ്? ഏരിയ ബിറ്റ്വീൻ ദിസ് കർവ് ആൻഡ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ശരിയല്ലേ? അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ പോയിന്റ് മുതൽ ഇതുവരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. പക്ഷെ ഒരു കാര്യം ചെയ്യണം. ഇവിടം മുതൽ ഇവിടം വരെ ഈ പോയിന്റ് വരെ നമ്മൾ ഈ കർവ് എന്ന് വെച്ചാൽ tan x എന്ന് പറയുന്ന കർവിനെയും ആൻഡ് ഇവിടം മുതൽ ഇവിടം വരെ ഈ ഭാഗത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് കോട്ടെക്സിനെയും ആയിരിക്കണം. അപ്പോൾ ഈ പോയിന്റ് ഏതാ? മീറ്റിംഗ് പോയിന്റ് tan xന്റെയും കോട്ടെക്സിന്റെയും വാല്യൂ സെയിം ആവുന്ന പോയിന്റ് π/4 ആണ് അല്ലെ. അപ്പോൾ നമുക്ക് ഏരിയ എടുക്കാം. ഏരിയ ഇസ് ഈക്വൽ ടു എന്താണ് വരിക? ഇന്റഗ്രൽ 0 to π/4 tan x dx പ്ലസ് ഇന്റഗ്രൽ 0 അല്ല π/4 മുതൽ π/2 വരെ അല്ലെ. π/4 to π/2 കോട്ടെക്സ്. ഓക്കെ. കോട്ടെക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ എന്താണ് കിട്ടുക നോക്കൂ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ tan xന്റെ ഇന്റഗ്രൽ എന്താണ്? log mod sec x ആണ് അല്ലെ. log mod sec x ഫ്രം 0 to π/4 ആൻഡ് പ്ലസ് ഇവിടെയോ log mod sin x ഫ്രം π/4 to π/2. ഓക്കെ. നൗ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ നോക്കിക്കോളൂ. log sec π/4 എന്ന് പറഞ്ഞാൽ sec π/4 is √2 അല്ലെ. അപ്പോൾ log √2 ആണ് ഇവിടെ വരിക. log √2. പിന്നെ log 0 sec 0 പറഞ്ഞാൽ 1 ആണ് അല്ലെ. sec 0 is 1 അല്ലെ. cos 0 1 ആയതുകൊണ്ട് sec 0 1.
അപ്പോൾ അവിടെ ലോഗ് 1 വരും. ലോഗ് 1 0 ആണ് നമുക്കറിയാം, പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് അടുത്തത് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്താൽ സൈൻ പൈ ബൈ 2 1 ലോഗ് 1 വരും അല്ലേ. അത് നമുക്ക് വേണ്ട, അത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ 0 ആണ് കിട്ടുക. അവിടെ മൈനസ്, പിന്നെ അടുത്തത് വരുന്നത് പൈ ബൈ 4 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പൈ ബൈ 4 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 1/√2 അല്ലേ. അപ്പോൾ ലോഗ് 1/√2 എന്ന് വരും. ഓക്കെ, ഇതാണ് ആൻസർ കിട്ടുക. നൗ ദിസ് ഇസ് ഈക്വൽ ടു, ഈ മൈനസ് നമുക്ക് എന്തിനു ഉപയോഗിക്കാം, ഇങ്ങനെ എഴുതാം നമുക്കിതിനെ. ഞാനിവിടെ ഇപ്പുറത്തെ സൈഡിലോട്ട് എഴുതുന്നുണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു ലോഗ് √2. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇവിടെ മൈനസ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇപ്പുറത്ത് ലോഗ് a/b എന്ന് പറഞ്ഞാൽ ലോഗ് a മൈനസ് ലോഗ് b എന്ന് നമ്മൾ എഴുതും അല്ലേ. അപ്പം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ലോഗ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്, ഇത് പോയി, ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ മൈനസ് കൊണ്ട് പ്ലസ് വരും. അപ്പോൾ 2 ലോഗ് √2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇത് ഓപ്ഷനിൽ ഉണ്ടാവില്ല. ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യും. ഈ √2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, 2⁻1/2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 2 × 2⁻1/2, ആ 1/2 ഇങ്ങോട്ട് താഴത്തേക്ക് വരും, ഫ്രണ്ടിലേക്ക് വരും അല്ലേ. ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി കാരണം ലോഗ് 2 ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ ആൻസർ കിട്ടുന്നത് ലോഗ് 2 എന്നാണ്. ലോഗ് 2 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ആൻസർ വരിക. ലോഗ് 2 സ്ക്വയർ യൂണിറ്റ്സ്, ഓപ്ഷൻ എ ആണ് ആൻസർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഇക്വേഷൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ലോഗ് ab എന്ന് പറയുന്നത് ലോഗ് a പ്ലസ് ലോഗ് b ആണ്. അതുപോലെ തന്നെ ലോഗ് a/b എന്ന് പറയുന്നത് ലോഗ് a/b ആണ്. ലോഗ് a മൈനസ് ലോഗ് b ആണ്. അതുപോലെ തന്നെ ലോഗ് a⁻b എന്ന് പറയുന്നത് b ലോഗ് a. ഈ 3 പ്രോപ്പർട്ടീസുമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ലോഗ് √2 മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ 2 എടുത്തിട്ട് ഇതിന്റെ സ്ക്വയർ ആയിട്ട് കൊടുത്താലും മതി കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2 dice are thrown once. The probability of getting an even number on the first die and 8 on the and a total of 8. Sum 8 ഫസ്റ്റ് ഡൈയിൽ ഈവൻ നമ്പറും വേണം. ഓക്കെ, 2 ഡൈസ് ത്രോ ചെയ്യാണ്. 1 1 മുതൽ 6 വരെയുള്ള 36 ഔട്ട്കംസ് ഉണ്ടാവും. 36 ഔട്ട്കംസ് ആണ് ഉണ്ടാവുക. 36 ഔട്ട്കംസ് ഉണ്ടാവും ഈ ഒരു റാൻഡം എക്സ്പെരിമെന്റിന്, ശരിയല്ലേ. ഇനി ഇതിനകത്ത് ഫസ്റ്റ് നമ്പറിൽ ഈവൻ, ഫസ്റ്റ് ഡൈയുടെ മുകളിൽ ഈവൻ നമ്പർ ആൻഡ് ആണ് പറഞ്ഞിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് വരുന്നതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇന്റർസെക്ഷൻ പോലെ. ടോട്ടൽ 8 വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈവൻ നമ്പറും ടോട്ടൽ 8 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2 6 ആണ് ആദ്യത്തെ നമ്പർ വരിക. ഫസ്റ്റ് ഈവൻ നമ്പർ ആയിരിക്കണം, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും വേണം. ഇനി 8 കിട്ടുന്ന അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 3 ഉണ്ടാവും. പക്ഷെ 3 നമുക്ക് ആവശ്യമില്ല അവിടെ, കാരണം ഫസ്റ്റ് ഈവൻ നമ്പർ ആണ് വരുന്നത്. ഫസ്റ്റ് ഈവൻ നമ്പർ വരുമ്പോൾ പിന്നെ 4 ആണ് നോക്കേണ്ടത്. 4 ഏതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 4 കിട്ടുക, 4ന്റെ കൂടെ തന്നെ ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ 4 ആണ് രണ്ടാമത്തെ പെയർ. അടുത്തത് 5 ഉണ്ടാവില്ല, കാരണം അത് ഓഡ് നമ്പറാണ് ഫസ്റ്റ്. ഇനി 6 വരുന്നതിൽ 6 2 അല്ലേ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്, ഫേവറബിൾ ആയിട്ട് 3 കേസുകളാണുള്ളത് ഔട്ട് ഓഫ് 36. അപ്പോൾ 3/36 1/12. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ശരിയാണല്ലോ, പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റൻ ആണ്. അടുത്തത് 7ാമത്തെ ക്വസ്റ്റൻ പോയിക്കോളൂ. ലിമിറ്റ് സുപ്രീമം ആൻഡ് ലിമിറ്റ് ഇൻഫിമം ഓഫ് ദ സീക്വൻസ് -1 ആർ റെസ്പെക്റ്റീവ്ലി. ഈ സീക്വൻസിന്റെ ലിമിറ്റ് സുപ്രീമവും ലിമിറ്റ് ഇൻഫിമവും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സീക്വൻസ് എന്താണെന്നുള്ള ആദ്യം നോക്കുക. സീക്വൻസ് -1 വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റൻ ആണ്. പഠിച്ച ആളുകൾക്ക് വേഗം എഴുതാൻ പറ്റും. അല്ലാത്ത ആളുകൾ, ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഇത് അറിയുണ്ടാവില്ല. അപ്പോൾ ഇതെന്താണ് സീക്വൻസ് നോക്കി നോക്കൂ നിങ്ങൾ. എന്നിന് വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ് അല്ലേ, അത് -1 1 -1 1 -1 1 എക്സെട്ര അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ലിമിറ്റ് സുപ്രീമമാണ്. ലിമിറ്റ് സുപ്രീമം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ദ ഇൻഫിമം ഓഫ് സുപ്രീമംസ്. ഇൻഫിമം ഓഫ് ദ സുപ്രീമംസ് ഓഫ് ദ സീക്വൻസ്. സുപ്രീമങ്ങളിലെ, ഈ സീക്വൻസിലെ ടേമുകളിലെ സുപ്രീമങ്ങളിലെ ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റ് സുപ്രീമം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇൻഫിമം ഓഫ് സുപ്രീമം. ഇവിടെ സുപ്രീമംസ് ആദ്യം നിങ്ങൾ കളക്ട് ചെയ്യുക. ഈ സീക്വൻസിൽ നിന്നും സുപ്രീമംസ് കളക്ട് ചെയ്തേ. ഏതാണ് ഇതിന്റെ ഹയർ വാല്യൂസ്? ആദ്യത്തെ വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അപ്പോൾ 1നെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വലിയ വാല്യൂ എന്താ? അതും 1 ആണ്. ഇനി അടുത്ത വലിയ വാല്യൂ എന്താ? അതും 1 ആണ്. ഏറ്റവും വലിയ നമ്പർ, ലാർജർ നമ്പർ ഇൻ ദ സീക്വൻസ്, ആ സീക്വൻസിൽ വരുന്ന നമ്പേഴ്സിൽ ഏറ്റവും വലുത് 1 1 1 1 എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇൻഫൈനൈറ്റ് സീക്വൻസ് ആയതുകൊണ്ട് ഇത് ഇൻഫൈനൈറ്റ് ടൈംസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിലെ സുപ്രീമംസ് എല്ലാം 1 ആണ്. ഇനി അതിലെ ഇൻഫിമം എന്താണ്? ഏറ്റവും ചെറിയ വാല്യൂ 1 ആണെല്ലാം, അതിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ. അപ്പോൾ എന്താ വരിക? ലിമിറ്റ് സുപ്രീമം എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. ശരിയാണല്ലോ. ഇനി ലിമിറ്റ് ഇൻഫിമം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇൻഫിമം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സുപ്രീമം ഓഫ് ദ കളക്ഷൻ ഓഫ് ഓൾ ഇൻഫിമംസ്. ഇൻഫിമങ്ങളുടെ ഏറ്റവും വലിയ വാല്യൂ.
അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ സെലക്ട് ചെയ്തോളൂ. ഈ സീക്വൻസിൽ നിന്നും ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? ഏറ്റവും ചെറിയത് -1 ആണ്. പിന്നെ ഒരു -1 കിട്ടി, അത് ഒഴിവാക്കി അടുത്ത നോക്കിയാൽ അതും -1 ആണ്. അടുത്ത് നോക്കിയാൽ അതും -1 ആണ്. ഇതിനകത്ത് സീക്വൻസിലുള്ള ഏറ്റവും ചെറുതാണ് നമ്മൾ നോക്കുന്നത്. ഈ സീക്വൻസിനകത്ത് -1 നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? ദാറ്റ് മീൻസ് ഇവിടെ ഇൻഫിമം എന്ന് പറയുന്നത് -1 ആണ്. അതിന്റെ സുപ്രീമം, അതിൽ ഏറ്റവും വലുത് ഏതാണ്? -1 ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക ഇവിടെ? ലിമിറ്റ് സുപ്രീമം of the sequence is 1 and limit infimum of the sequence is -1. ലിമിറ്റ് സുപ്രീമം ആണ് ആദ്യം, ലിമിറ്റ് ഇൻഫിമം രണ്ടാമത്. ഇൻഫിമം രണ്ടാമത്, സുപ്രീമം ആദ്യം. അപ്പോൾ സുപ്രീമം ഇസ് 1, ഇൻഫിമം ഇസ് -1. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ശരിയല്ലേ? ഇതാണ് 7ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ സീരീസ് സിഗ്മ n from 1 to infinity n factorial by n plus 1 whole raised to n into x raised to n where x is greater than 0 is convergent if. ഇത് കൺവേർജന്റ് ആവുന്നത് എപ്പോഴാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനത്തെ സീക്വൻസ് കൺവേർജന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റേഷ്യോ ടെസ്റ്റ് ആണ്. ശരിയല്ലേ? അപ്പോൾ റേഷ്യോ ടെസ്റ്റിന്റെ ടേം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം an കണ്ടുപിടിക്കണം. an എന്ന് പറഞ്ഞാൽ ഇത് ഫാക്ട്, ഇത് തന്നെ ഈ ടേം, ജനറൽ ടേം. n ഫാക്ടോറിയൽ ബൈ n plus 1 whole raised to n x raised to n എന്ന് എഴുതാം. ഇനി an plus 1 കണ്ടുപിടിക്കണം. an plus 1 is n plus 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n plus 1 എന്ന് പറയുമ്പോൾ n plus 2 വരും, all raised to n plus 1 x raised to n plus 1 ഇങ്ങനെ വരും. ദെൻ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുക. ലിമിറ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിനെ റോ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ r എന്ന് വിളിക്കാം, l എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡ്ലെസ് വേണമെങ്കിൽ എഴുതാം, നിർബന്ധമൊന്നുമില്ല. പോസിറ്റീവ് ടേംസ് ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. n plus 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n plus 2 all raised to n plus 1 into x raised to n plus 1. ഇതാണ് എന്ത്? an എന്ന് പറയുന്നത്. ഇനി ഡിവൈഡഡ് ബൈ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്, നമ്മൾ ലിമിറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an plus 1 by an ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഈ ലിമിറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ an ആയിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ an plus 1 എഴുതിയിട്ടുണ്ട്, ഇനി ഡിവൈഡഡ് ബൈ an. അപ്പോൾ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കാം. n plus 1 the all raised to n ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ x raised to n. ഓക്കെ, മോഡുലസ് എടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇനി ഇതാണ് നമ്മുടെ വാല്യൂ. നൗ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഇത് സിംപ്ലിഫിക്കേഷൻ ഉള്ളത് x raised to n കട്ട് ചെയ്യാം താഴെ, മുകളിൽ n plus 1 ബാക്കി വരും, n ഫാക്ടോറിയൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. n plus 1 മുകളിൽ ഉണ്ടാവും, പിന്നെ ഒരു x ഉണ്ടാവും, പിന്നെ n plus 1 whole raised to n ഉണ്ടാവും, ഡിവൈഡഡ് ബൈ താഴെ n plus 2 whole raised to n plus 1 ഉണ്ടാവും, അല്ലേ? n plus 2 whole raised to n plus 1 ഉണ്ടാവും. നൗ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് അവിടെ ഉണ്ട്, എക്സ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആണ് ലിമിറ്റ്, എക്സ് ഇൻറ്റു n plus 1 whole raised to n plus 1. ഈ n plus 1 n plus 1 കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തു, ഡിവൈഡഡ് ബൈ n plus 2 whole raised to n plus 1. ഓക്കെ, ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ശരിയല്ലേ? ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇതിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ലിമിറ്റ് എടുക്കാം. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. n plus 1 ആണ് തന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് എഴുതാം. വി ക്യാൻ ഹാവ് എക്സ് ഇൻറ്റു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി n plus 1 by n plus 2 whole raised to n plus 1. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇതിനെ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാം. ഇതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്യാം. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി n plus 1 by n plus 2 whole raised to n plus 2. ഓക്കെ, തന്നെ പിന്നെ എന്തുണ്ടാവും? ഇപ്പോൾ ഒരു ടേം നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യാൻ വേണം. ഏതാണ്? n plus 1 by n plus 2. ഓക്കെ, ഇത് ഡിവൈഡ് ചെയ്യാൻ വേണം. ഇതിൻ്റെ ലിമിറ്റ് എന്താണ് വരിക? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി n plus 1 by n plus 2 അത് 1 ആണ്, അല്ലേ? കാരണം നമുക്ക് ഹയസ്റ്റ് പവർ ടേം n താഴെയും n ആണ്, ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുക. അപ്പോൾ അത് പോയി, അപ്പോൾ അത് നമുക്ക് ഇനി ആവശ്യമില്ല. നൗ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി n plus 1 by n plus 2 whole raised to n plus 2. അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. n plus 2 minus 1 by n plus 2 whole raised to n plus 2 എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 minus 1 by n plus 2 whole raised to n plus 2 എന്ന് കിട്ടും. നൗ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് 1. ഇതിൻ്റെ ലിമിറ്റ് എന്താണ്? ഇ റേസ് ടു മൈനസ് 1 ആണ്. എങ്ങനെ ഇ റേസ് ടു മൈനസ് 1 കിട്ടിയത്? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1
മൈനസ് ലാംഡ അല്ലെങ്കിൽ 1 പ്ലസ് ലാംഡ ബൈ എൻ ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നതിൻ്റെ ലിമിറ്റ് എന്താണ്? ഇ റേസ് ടു ലാംഡ ആണ്. ഇവിടെ എന്താണോ വരുന്നത് അതാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എൻ പ്ലസ് 2 ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് എഴുതാട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇ റേസ് ടു ലാംഡ വരും. ഇവിടുത്തെ ലാംഡയുടെ കേസിൽ ഇവിടുത്തെ വാല്യൂ ആണ് -1. അപ്പോൾ അതുകൊണ്ട് ഇ റേസ് ടു -1 എന്ന് എഴുതിയത്. അപ്പോൾ എക്സ് ബൈ ഇ എന്ന് വരും. ശരിയല്ലേ? നമുക്ക് കിട്ടുന്നത് ഇപ്പം ലിമിറ്റ് റോ എന്ന് പറയുന്ന ലിമിറ്റ് എന്തായിട്ടാണ് കിട്ടുന്നത്? എക്സ് ബൈ ഇ ആയിട്ടാണ് കിട്ടുന്നത്. ആൻഡ് ഇത് ലെസ് ദാൻ 1 ആകുമ്പോൾ സീരീസ് കൺവേർജന്റ് ആവും. ദാറ്റ് ഈസ് എക്സ് ഇസ് ലെസ് ദാൻ ഇ ആകുമ്പോൾ ഈ സീരീസ് എന്താവും? കൺവേർജന്റ് ആവും. എക്സ് ലെസ് ദാൻ ഇ ആകുമ്പോഴാണ് സീരീസ് കൺവേർജന്റ് ആവുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. പക്ഷെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നിങ്ങൾ, എക്സ് ഈക്വൽ ടു ഇ എന്നുള്ള കേസ് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. എക്സ് ഈക്വൽ ടു ഇ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഈക്വൽ ടു എന്ന് പറയുന്ന കേസിലും കൺവേർജന്റ് ആണെങ്കിൽ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ എഴുതുന്നത്. അങ്ങനെയാണ് എക്സ് ഈക്വൽ ടു ഇ ചെക്ക് ചെയ്യുക. എക്സ് ഈക്വൽ ടു ഇ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സിന് പകരം എന്ത് കൊടുക്കുക? നമ്മൾ ഇ കൊടുക്കുക. അതായത് ഫൈനലി നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഒരു അഡീഷണൽ ഇ കിട്ടും. ഇവിടെ ഒരു ഇ വരും അല്ലേ? അത് ഈ ഒരു കൺവേർജൻസിനെ എഫക്ട് ചെയ്യുന്നില്ല വല്ലാതെ കാര്യമായിട്ട്. ഇത് ഡൈവേർജന്റ് ആവുകയാണ് ചെയ്യുക. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മളിവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് എഴുതുന്നത്. ഓക്കെ, ദെൻ 8ാമത്തെ ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്തത്. 9ാമത്തെ ക്വസ്റ്റൻ നോക്കിക്കോളൂ. ദ ഫിക്സഡ് പോയിന്റ്സ് ഓഫ് ദ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ. മൊബിയസ് ട്രാൻസ്ഫോർമേഷന്റെ ഫിക്സഡ് പോയിന്റ്സ് ഏതാണെന്നാണ് ചോദ്യം. W ഈക്വൽ ടു 8z മൈനസ് 15/z. എന്താണ് ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ? ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലോട്ട് തന്നെ മാപ്പ് ചെയ്യുന്നത്. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ്. ആ ടൈപ്പ് പോയിന്റുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയാം. അതായത് W ഈക്വൽ ടു, ഓർ നമുക്ക് ഇങ്ങനെ എഴുതാം, W ഈക്വൽ ടു സെഡ്. അപ്പോൾ W എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ 8z മൈനസ് 15 ആണ് ഡിവൈഡഡ് ബൈ z വിച്ച് ഇസ് ഈക്വൽ ടു സെഡ്. ഫിക്സഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ ക്രോസ് ചെയ്യുക. 8z മൈനസ് 15 ഈക്വൽ ടു സെഡ് സ്ക്വയർ. അതായത് സെഡ് സ്ക്വയർ മൈനസ് 8z പ്ലസ് 15 ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്തോളൂ. സെഡ് മൈനസ് 3 ഇൻറ്റു z minus 5 which is equal to 0. That implies z equal to 3 and z equal to 5 are the fixed points. ഇതാണ് fixed points. ഇതാണ് ഇവിടുത്തെ fixed points 5 and 3. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇത് 9ാമത്തെ ക്വസ്റ്റൻ. 10ാമത്തെ ക്വസ്റ്റൻ നോക്കുക. ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദ പവർ സീരീസ്. ഈ പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അത് ഒരു z raised to n ടൈപ്പ് പവർ സീരീസ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ 1/r ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് യു ക്യാൻ യൂസ് n പ്ലസ് 1/an പ്ലസ് 1/an ഉപയോഗിക്കാം. ഓർ അതർവൈസ് യു ക്യാൻ യൂസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് ആണ് an ഓൾ റേസ് ടു 1/n. റൂട്ട് ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇത് രണ്ടും യൂസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണോ അതിൻ്റെ 1/r ആണ് നമുക്ക് കിട്ടുക. ആ ലിമിറ്റ് 1/r ആണ്. ആണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് വരുന്നത്. അപ്പോൾ നോക്കൂ, ഇതിനകത്ത് an എന്ന് പറയുന്നത് ഈ z raised to n നിങ്ങൾ ചൂസ് ചെയ്യണ്ട. യു ക്യാൻ ഹാവ് an is equal to 1/2 raised to n square. ഓക്കെ, അപ്പോൾ ഇത് n ഹോൾ raised to n ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയതുകൊണ്ട് തന്നെ വി ക്യാൻ യൂസ് റൂട്ട് ടെസ്റ്റ്. അപ്പോൾ 1/r is equal to ലിമിറ്റ് n tends to infinity an എന്ന് പറഞ്ഞാൽ 1/2 raised to n square all raised to 1/n എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ഒരു n കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് ദ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2 raised to n എന്ന് എഴുതാം. Now what is 1/2 raised to n? n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2 raised to n is ഇത് എവിടേക്കാണ് പോണത്? n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ 2 raised to n ടെൻസ് ടു ഇൻഫിനിറ്റി 1/infinity is 0. അപ്പോൾ 1/r is 0 ആണ്. Therefore r എന്താ വരിക? 1/0. 1/0 ഈ ലിമിറ്റിംഗ് കേസ് എഴുതാൻ പറ്റുള്ളൂ. ഇറ്റ് ഇസ് ഇൻഫിനിറ്റി. അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇവിടെ എന്താ വരുന്നത്? ഇൻഫിനിറ്റി ആണ് വരുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ എഴുതാം. അത് ഇങ്ങനെ ശരിക്കും എഴുതാൻ പാടില്ല എന്നൊക്കെയാണ് പറയുക കേട്ടോ. 1/0 എന്ന് പറയുന്നത് ലിമിറ്റിംഗ് കേസിലാണ് ഇൻഫിനിറ്റി ആയിട്ട് വരിക. അല്ലെങ്കിൽ 1/n ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് 0 എന്ന് പറയുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ? താഴെ പറയുന്നതിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. ദ ഫംഗ്ഷൻ f equal to e raised to z as an isolated singularity, essential singularity at z equal to 0. Function f of z is equal to e raised to 1/z as an isolated essential singularity at z equal to 0. The function 1/z into z square plus 4 as isolated singularity at z equal to 0. Function f of z is equal to sin z by z as isolated essential singularity at z equal to 0. അപ്പോൾ essential singularity എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് ടേംസ്, നെഗറ്റീവ് പവർ ടേംസ് ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ വരുന്ന ആ ഒരു എക്സ്പ്രഷനെയാണ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറയുക. അപ്പോൾ എസെൻഷ്യൽ സിംഗുലാരിറ്റിയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്.
ഓപ്ഷൻ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് സെഡ് ഇ റേസ് ടു സെഡ് ആണ്. ഇതിൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്താ വരിക നോക്കൂ. 1 പ്ലസ് z by 1 factorial plus z square by 2 factorial plus z cube by 3 factorial plus etc. അങ്ങനെയാണ് പോകുന്നത്. ഇതിൽ നെഗറ്റീവ് ടേംസേ ഇല്ല അല്ലെ, നെഗറ്റീവ് പവർ ടേംസേ ഇല്ല. നോ സിംഗുലാരിറ്റി, നോ സിംഗുലാരിറ്റി, നോ സിംഗുലാരിറ്റി അറ്റ് z ഈക്വൽ ടു 0. z ഈക്വൽ ടു 0യിൽ സിംഗുലാരിറ്റി ഇല്ല. അടുത്തത് ഓപ്ഷൻ ബി നോക്കൂ. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 1 ബൈ സെഡ്. ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താ? 1 പ്ലസ് സെഡ് കാണുന്നിടത്തൊക്കെ 1 ബൈ സെഡ് കൊടുക്കുക. 1 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു z plus 1 by 2 factorial into z square plus 1 by 3 factorial into z cube. നോക്കി ഓക്കെ, ഇവിടെ z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് ഇഷ്ടം പോലെ ടേംസ് ഉണ്ട് അല്ലേ. z സ്ക്വയർ, z ക്യൂബ് എല്ലാം എന്താണ്? സിംഗുലാരിറ്റീസ് ആണ്. ദർഫോർ z ഈക്വൽ ടു 0 ഇസ് ആൻ എസെൻഷ്യൽ സിംഗുലാരിറ്റി, എസെൻഷ്യൽ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണ്. അപ്പോൾ അത് തന്നെയാണ് ആൻസർ വരുന്നത് അല്ലേ, സിംഗുലാരിറ്റി. ദർഫോർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത് സിംഗുലാരിറ്റി എന്ത് സിംഗുലാരിറ്റി ആണെന്നുള്ളത് നിങ്ങൾ നോക്കുക. സൈൻ സെറ്റ് ബൈ സെറ്റ് അതും നോക്കുക. അവിടെയും സിംഗുലാരിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ കേട്ടോ. സൈൻ സെറ്റിൻ്റെ എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. 1 ബൈ സെറ്റ് പുറത്തെടുത്തിട്ട് സൈൻ സെറ്റ് എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ഗാമ ഓക്കെ ബി എ സർക്കിൾ ഓഫ് റേഡിയസ് 1 സെൻറ്റർഡ് അറ്റ് -1. Okay, minus I. Then the value of the integral over gamma e raised to z by z square plus 1 dz is. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ഒരു ഗാമ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഗാമ ഇസ് സർക്കിൾ വിത്ത് സെന്റർ അറ്റ് -i. അപ്പോൾ z പ്ലസ് i ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ എഴുതേണ്ട, സർക്കിൾ ആയതുകൊണ്ട് ഈക്വൽ ടു കൊടുത്താൽ മതി. ഈക്വൽ ടു 1. ഇതാണ് സർക്കിൾ. ദിസ് ഇസ് ദ സർക്കിൾ. ഓക്കെ, ഇനി ഇതിനകത്താണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ആരാണ്? ഇ റേസ് ടു സെഡ് ബൈ z സ്ക്വയർ പ്ലസ് 1 dz. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ z സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 കൊടുത്തിട്ട് z ഇസ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് ഐ എന്നെടുക്കാം. ഇനി ഇതിനകത്ത് ഏത് പോയിന്റ് ആണ് ഇൻസൈഡ് സി അല്ലെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ വരുന്നത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് z ഇസ് ഈക്വൽ ടു ഐ കൊടുത്തു. z ഈക്വൽ ടു ഐ കൊടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് ഐ എന്ന് പറയുന്നത് 2i ആണ്. അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ 2 വരും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. ഈ പോയിന്റ് ഔട്ട് സൈഡ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് റെസിഡ്യൂ തിയറം ആണെങ്കിലും അതുപോലെ തന്നെ ഇന്റഗ്രൽ തിയറം ആണെങ്കിലും അത് നമ്മൾ കോഷീസ് ഇന്റഗ്രൽ തിയറം ആണെങ്കിലും യൂസ് ചെയ്യില്ല അല്ലേ. അത് ഔട്ട് സൈഡ് പോയിന്റ് ആണ്. z ഇസ് ഈക്വൽ ടു മൈനസ് ഐ എന്ന് പറഞ്ഞാൽ എന്താ വരും നോക്കൂ. മൈനസ് ഐ പ്ലസ് ഐ വിച്ച് ഇസ് ഈക്വൽ ടു 0 വിച്ച് ഇസ് ലെസ് ദാൻ 1. ഇത് ഇൻസൈഡ് പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ആ ഫംഗ്ഷൻ ഒന്ന് ഇങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് എഴുതാം. ഇ റേസ് ടു സെഡ് ബൈ ഇത് ഏതാ ഇൻസൈഡ് നോക്കുക, അത് ഡിനോമിനേറ്ററിൽ കൊണ്ടുവരും, ഔട്ട് സൈഡ് ന്യൂമറേറ്ററിൽ കൊണ്ടുപോകാം. അപ്പോൾ z മൈനസ് ഐ ഡിവൈഡഡ് ബൈ z പ്ലസ് ഐ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ്. നമ്മൾ കോഷീസ് ഇന്റഗ്രൽ ഫോമുല ഉപയോഗിക്കും. 2πi ഇൻറ്റു എഫ് ഓഫ് z നോട്ട് എന്ന് പറഞ്ഞാൽ ഐ ആണ് അല്ലേ, സോറി മൈനസ് ഐ ആണ്. നൗ ദിസ് ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു എന്താണ് ഇ റേസ് ടു എഫ് ഓഫ് മൈനസ് ഐ ഇ റേസ് ടു മൈനസ് ഐ ബൈ മൈനസ് ഐ ദാറ്റ് ഇസ് ഈക്വൽ ടു 2πi ബൈ മൈനസ് 2i ഇ റേസ് ടു മൈനസ് ഐ. ഇവിടുത്തെ 2 പൈ അല്ല ഐ കട്ട് ചെയ്ത് കളയാം. ബാക്കി പൈ ബൈ മൈനസ് ഇ ഉണ്ടാവും അല്ലേ. ദാറ്റ് ഇസ് അല്ലെങ്കിൽ മൈനസ് പൈ ഇ റേസ് ടു മൈനസ് ഐ എന്ന് എഴുതാം. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. മൈനസ് പൈ ഇ റേസ് ടു മൈനസ് ഐ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ 12 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. എല്ലാം പ്രീവിയസ് സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.